സ്വാമിയേ ശരണമയ്യപ്പ. ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ, അതിലെ ഒരുപാട് വൈവിധ്യങ്ങളെക്കുറിച്ചൊക്കെയായിരുന്നു ചോദ്യം. എനിക്ക് പറയാനുള്ളത്, ഏതൊരാചാരവും അനുഷ്ഠാനവും ആചാരപ്രഭവോ ധർമ്മ ആചാര പരമാഗതി. ആചാരം ഏറ്റവും പ്രാധാന്യമുള്ളതാണ്, അത് ശ്രേഷ്ഠമായ ഗതിക്ക് കാരണവുമാണ്. പക്ഷേ ഒരാചാരം വ്യക്തിഗതമായിട്ടും സാമൂഹികമായിട്ടും നല്ലതല്ലെങ്കിൽ അതിനെ മാറ്റാൻ സമൂഹം തയ്യാറാവണം. അത് എത്ര ചിലപ്പോൾ ചില ആചാരങ്ങൾ നമുക്ക് ഫലം കിട്ടുന്നതാണെങ്കിൽ പോലും സമൂഹത്തിന് ദോഷം ചെയ്യും, അത് മാറ്റണം. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു തരാം. ശബരിമലയുമായി പറയുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ വിഷയം പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും, അത് എന്തുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത് എന്നൊക്കെ. നോക്കൂ, ഒരു ആചാര്യൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു കുട്ടികളില്ലാത്ത ഒരു ദമ്പതിമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ കാളിയെ ഉപാസിക്കുന്ന ഒരു ആചാര്യനാണ്. അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ കാളിക്ക് ഒരു കുട്ടിയെ കൊടുത്താൽ കാളി നിങ്ങൾക്കൊരു കുട്ടിയെ തരും. ലോജിക്കുണ്ടല്ലോ, നല്ല ന്യായമുണ്ട് അതിൽ. അപ്പം ഇവരെന്ത് ചെയ്യുന്നു, ഇവരെവിടുന്നോ ആരാൻ്റെ കുട്ടിയെ പിടിച്ചു കൊണ്ടുവന്നിട്ട് കാളിക്ക് ബലി കൊടുക്കാൻ വേണ്ടിയിട്ട് ആചാര്യനെ ഏൽപ്പിക്കുന്നു. ആ കുട്ടിയെ കാളിക്ക് ബലി കൊടുത്തു എന്ന് വിചാരിക്കുക, കൊടുത്തതിന് ശേഷം ഇവർക്ക് കുട്ടി ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ആചാര്യൻ പറഞ്ഞത് ന്യായമല്ലേ, സത്യമല്ലേ, ഇതിൽ യുക്തിയില്ലേ? ഒക്കെയുണ്ട്. ഫലം കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയാൻ എനിക്ക് ചെയ്യാൻ പാടില്ല എന്നാണ്. കാരണം എന്താ, ഇത് സമൂഹത്തിന് ദോഷമാണ്. നിങ്ങൾക്ക് ഫലം കിട്ടിയോ എന്നുള്ളതല്ല ഇവിടെ ചോദ്യം, ഇത് സമൂഹത്തിൽ ദൂരവ്യാപകമായൊരു ദോഷത്തിന് കാരണമാകും. ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ ഹിന്ദു സമൂഹത്തിലുണ്ടാകുമ്പോൾ ഇതൊന്നുമില്ലാത്ത ഏതോ ദിവ്യമായിട്ടുള്ള മതമാണ് ഹിന്ദുമതം എന്നൊന്നും പറയുന്നില്ല. എല്ലാ കാലഘട്ടത്തിലും ഏത് മതത്തിലായാലും ഗതാനുഗതികാലോകാസ്തനുവർത്തതേ, ഗതാനുഗതികളാണ് ഈ ലോകത്തിലുള്ളവർ. അതുകൊണ്ട് ഒരുത്തൻ കാണിക്കുന്ന കണ്ടാൽ അതുപോലെ കാണിക്കും, അതിന് ന്യായമുണ്ടോ ഇല്ലയോ എന്നൊന്നും ചിന്തിക്കില്ല. അങ്ങനെ കാണിക്കുന്ന സ്വഭാവം ലോകത്തിനുള്ളത് കൊണ്ട് നിങ്ങൾ സമൂഹത്തിന് ദോഷകരമായിട്ടുള്ളതോ വ്യക്തിക്ക് ദോഷകരമായിട്ടുള്ളതോ ആയ ഒരാചാരവും ഇവിടെ ചെയ്യരുത്. ആരാൻ്റെ കുട്ടിയെ കൊന്നാലും എനിക്ക് കുട്ടീനെ കിട്ടണമെന്ന് പറയുന്നത് ന്യായമല്ല. ഇതുപോലെ ശബരിമലയെ സംബന്ധിച്ച് നോക്കുക, ഒരുപാട് ആചാരങ്ങൾ, എത്രയോ സമൂഹത്തിന്. അതാണ് നേരത്തെ കെട്ടുനിറയിലെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറഞ്ഞത്, നിങ്ങൾ ദയവ് ചെയ്ത് അതൊന്ന് കൊണ്ടുപോകാതിരിക്കൂ എന്ന് പറയുന്നത് എനിക്കാരോടും വെറുപ്പുള്ളത് കൊണ്ടല്ല. അത് ആ പൂങ്കാവനത്തെ മലിനമാക്കുക. ഇതേപോലുള്ള ആചാരങ്ങളാണ് പമ്പയിൽ കറുത്ത മുണ്ട് അടുത്ത കൊല്ലത്തേക്ക് കളറ് പോകുമെന്ന് കരുതിയിട്ട് പമ്പയിൽ ഒഴുക്കല. എല്ലാവരും ഈ വരുന്ന ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ അവരുടുത്ത തുണി മുഴുവനും പമ്പയിൽ അങ്ങ് ഒഴുക്കി കഴിഞ്ഞാലോ ആ നദി മുഴുവനും മലിനമായി പോയില്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ എടുത്തു ചോദിച്ചൊരു ചോദ്യം പിന്നെ മാളികപ്പുറത്ത് ഒരു ആചാരവുമായി ബന്ധപ്പെട്ടിട്ടാണ്. മാളികപ്പുറത്ത് തേങ്ങ ഉരുട്ടുന്നൊരു ആചാരമുണ്ട്. അതുപോലെ തന്നെ മഞ്ഞപ്പൊടി ചാറവറ വിതറുന്നത്. അതുപോലെ പട്ട് ഈ ശ്രീകോവിലിൻ്റെ മുകളിലേക്ക്, ഇതിലൊക്കെ എന്താ ആചാരമുള്ളതെന്ന് എനിക്കറിയില്ല. അത് ആരാണിങ്ങനെ പറഞ്ഞു വരുന്നത്? ഒരുത്തൻ കാണിക്കുന്നത് കാണുമ്പോൾ അടുത്തവൻ കാണിക്കും. ഇനി ഒരനുഭവം ഞാൻ പറയട്ടെ, എൻ്റെ സമയത്ത് തന്നെ ഉണ്ടായ, ഞാൻ മേൽശാന്തിയായി ഇരിക്കുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം പറയട്ടെ. ഇങ്ങനെ പട്ട് ഈ മാളികപ്പുറത്തേക്ക് വലിച്ചെറിയുക. ഈ പട്ട് കിട്ടിയാൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ പട്ട് കിട്ടിയാൽ എന്തോ ദിവ്യത്വമാണ് എന്ന് കരുതിയിട്ട് പട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തേങ്ങ ഇതിൻ്റെ മുകളിലേക്ക് എറിയും. ഈ മാളികപ്പുറത്ത് ശ്രീകോവിലിൻ്റെ മുകളിലേക്ക് തേങ്ങ എറിഞ്ഞിട്ട് ആ തേങ്ങ ഉരുണ്ട് വരുമ്പം പട്ട് അതിൻ്റെ മുകളിൽ ചുരുങ്ങിയിട്ട് താഴേക്ക് വീഴും. എന്നിട്ട് പട്ടെടുത്ത് കൊണ്ടുപോകും. ഇതേപോലെ ഒരു തേങ്ങ എറിഞ്ഞ് അപ്പുറത്തെ പോലീസുകാരൻ്റെ തലക്ക് പോയി കൊണ്ടു. നാരിച്ച് പൊട്ടി, അയാളുടെ തല പൊട്ടി. ഒന്ന്. രണ്ടാമത്തേത്, അവിടുത്തെ മേശാന്തി, ഞാനിരിക്കുന്ന സമയത്ത് ഹരിയേട്ടനാണ് മാളികപ്പുറത്ത് മേശാന്തി ആയിട്ടുള്ളത്, വൈക്കത്തുള്ള ഇണ്ടന്തുരുത്തി മനയിൽ. ഹരിയേട്ടൻ ഒരു കാര്യം എന്നോട് പറഞ്ഞു. ഇതൊക്കെ മാളികപ്പുറത്തെ മണ്ഡലകാലമെല്ലാം കഴിഞ്ഞിട്ട്, ശബരിമല മണ്ഡലകാലം കഴിഞ്ഞിട്ട് ഞങ്ങൾ വർത്തമാനം പറയുന്ന സമയത്ത് ഹരിയേട്ടൻ പറയുകയാണ്, ഗണപതിക്ക് വേണ്ടിയിട്ട് പൂജ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് ഭക്തജനങ്ങൾ മഞ്ഞപ്പൊടി വെടിച്ചെറിയുക. ഈ മഞ്ഞപ്പൊടി മുഴുവനും ഹരിയേട്ടൻ്റെ മേത്തേക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവിടെ പൂജ ചെയ്യുന്ന ഒരു വ്യക്തിക്ക്
ഒന്ന് സ്വസ്ഥമായിട്ട് പൂജ ചെയ്യാൻ പോലും സൗകര്യം കൊടുക്കാത്ത വിധത്തിൽ ഭക്തജനങ്ങൾ ഇങ്ങനെ പെരുമാറിയാൽ ഇതെന്താ പറയുക? ഇതിന് ആചാരം എന്നാണോ പറയേണ്ടത്, അനാചാരം എന്നാണോ പറയേണ്ടത്? ഇത് ഒരു ഭരണകർത്താക്കളെ ശക്തമായി ഇടപെട്ടിട്ട് നിർത്തണം എന്നല്ല പറയേണ്ടത്. സ്വയം ഒരു ബോധം ഉണ്ടാവുക, അവിടെ പോകുന്ന ഭക്തജനങ്ങൾക്കൊരു ബോധം ഉണ്ടാവുക. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ അവിടെ ഇല്ലാതെ ഉണ്ടാവുള്ളൂ. ഈ തുണി എറിയ, അതുമാത്രമല്ല, അതിൻ്റെ അപ്പുറത്ത് ശബരിമലയിലുണ്ട്, മണി കെട്ടാൻ വേണ്ടി കാത്തു നിൽക്കും. അടിന്ന് എൻ്റെ മുന്നിൽ വെച്ചിട്ട് ഒരുത്തം മണി കെട്ടുമ്പോഴേക്കും മറ്റൊരുത്തം പിടിച്ചു പറിക്കാൻ പോവുക. ഇങ്ങനെ ഈ അവിടെ കെട്ടുന്ന മണി കിട്ടിക്കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ ദിവ്യത്വം എന്നൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത്. ഇതൊക്കെ അനാചാരങ്ങളുടെ ഭാഗം എന്നല്ലാതെ കണ്ട് വേറെ ഒന്നും ഇതിന് പറയാനില്ല. ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ ദയവ് ചെയ്ത് നമ്മൾ കാണിക്കാണ്ടിരിക്കുക. കാണിക്കുമ്പോൾ എന്താ ബുദ്ധിമുട്ടെന്നറിയോ? ഒരുത്തൻ കാണിക്കുമ്പോൾ അത് ചെയ്യാൻ ഒരു പിന്നാലെ വരുന്നവർ തയ്യാറാവും. ഗതാനുഗതികാലോകാസ്തനുവർത്തതേ. അത് പിന്നീട് എന്താവും? ആചാരമാവും, അത് അനുഷ്ഠാനമാവും, ശാസ്ത്രമാവും. ചെറിയൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഗുരുവായൂർ പോലുള്ളൊരു അമ്പലം എന്ന് കൂട്ടിക്കോളൂ. അമ്പലത്തിൽ നല്ല തിരക്കുള്ള സമയത്ത് ദീപസ്തംഭത്തിൽ എണ്ണ ഒഴിച്ചിട്ട് തിരി കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10 ഈ ശബരിമലയ്ക്ക് പോകുന്ന ഒരു സമ്പ്രദായം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു ഗുരുസ്വാമിയും കുറേ ശിഷ്യന്മാരും. അത് ചിലപ്പോൾ 10 പേരുണ്ടാവും, 40 പേരുണ്ടാവും, 30 പേരുണ്ടാവും, 60 പേരുണ്ടാവും, 100 പേരുണ്ടാവും. അപ്പോൾ ഗുരുസ്വാമി മുന്നിൽ നിന്ന് ഇങ്ങനെ തൊഴുകയാണ്, പിന്നിലേക്ക് അങ്ങനെ ദൂരെ ശിഷ്യന്മാർ ഇവിടെ നിൽക്കുന്നുമുണ്ട്, കുറേ ആൾക്കാരിങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ ദീപസ്തംഭത്തിലെ എന്ത് ചെയ്യുന്നറിയോ? തിരി ഒന്ന് താണുപോയി. ഈ തിരി താണപ്പോൾ ഗുരുസ്വാമി എന്ത് ചെയ്തു? ആ തിരി കൈകൊണ്ട് ഒന്ന് മുകളിലേക്കാക്കി എന്ന് മാത്രമല്ല, ആ കയ്യിൽ എണ്ണ പറ്റിയപ്പോൾ അത് തലയിൽ തുടച്ചു. തൊട്ട് പിന്നിൽ നിൽക്കുന്ന ശിഷ്യൻ ധരിച്ചതെന്താ? ഗുരുസ്വാമി ദീപസ്തംഭത്തിലെ എണ്ണയിൽ തൊടുന്നുണ്ട്, തലയിൽ എണ്ണ തേക്കുന്നുണ്ട്. അദ്ദേഹവും അത് കാണിച്ചു. ദീപസ്തംഭത്തിലെ എണ്ണ തൊട്ട് തലയിൽ വെച്ചു. ഇത് പിന്നാലെ വരുന്ന ഈ 40 ആളും കാണിച്ചു. ഈ 40 ആളും ചെയ്യുന്ന കണ്ടപ്പോൾ ബാക്കിയുള്ളവരും ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ബാക്കിയുള്ളവർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും എണ്ണയെ തൊട്ടിട്ട് ദീപസ്തംഭത്തിലെ എണ്ണ തൊട്ടിട്ട് തലയിൽ വയ്ക്കാൻ തുടങ്ങി. ഇത് എന്തായി? കുറച്ച് ദിവസങ്ങൾ ഇതിങ്ങനെ പരന്ന് ഇങ്ങനെ ആൾക്കാർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു വിശ്വാസം വന്നു. ആ ക്ഷേത്രത്തിലെ ദീപസ്തംഭത്തിലെ എണ്ണ തലയിൽ തൊട്ടാൽ നിങ്ങൾക്ക് എല്ലാ അസുഖവും മാറുമെന്ന് ഒരു പ്രചാരവും വന്നു. അവിടെ പ്രചാരം വന്നു കഴിഞ്ഞപ്പോൾ കമ്മിറ്റിക്കാരെന്ത് ചോദിച്ചു? ഇത് നല്ല ഏർപ്പാടുണ്ട്, കുഴപ്പമില്ലല്ലോ. കാരണം എന്താ? ബാക്കിയുള്ള എണ്ണ ആക്കിയിട്ട് പാത്രത്തിലാക്കിയിട്ട് വിൽക്കാൻ തുടങ്ങി ഈ ദീപസ്തംഭത്തിലെ എണ്ണ. ഇതിലെന്ത് ന്യായമുള്ളത്? ഗതാനുഗതികാലോകാസ്തനുവർത്തതേ. ഓരോരുത്തരും ചെയ്യുന്ന കണ്ടാൽ അടുത്തവൻ ചെയ്യാൻ തയ്യാറായിട്ട് ഇഷ്ടം പോലെ. അത് ലോകത്തിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് കഴിയുന്നതും ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ തുടങ്ങാണ്ടിരിക്കുക. അനാചാരം തുടങ്ങാൻ എളുപ്പമാണ്, അത് നിർത്തലാക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അതിന് ആചാര്യന്മാർ തന്നെ ചിലപ്പോൾ ജനിക്കേണ്ടി വരും. ചില ആചാരങ്ങളൊക്കെ നോക്കൂ. സതി പോലുള്ളൊരു അനാചാരം ഭാരതത്തിന് എത്ര കാർന്നു തിന്നു. എന്നിട്ട് രാജാറാം മോഹൻ റോയിയെ പോലുള്ളൊരു ഒരാൾ വരണ്ടി വന്നു അതിനെ എതിരെ ഒന്ന് പോരാടാനും ശബ്ദമുയർത്താനും ഒക്കെ. അതുപോലെ നമുക്ക് ഉണ്ടാവും, ആരെങ്കിലുമൊക്കെ ജനിക്കും അങ്ങനെ. പക്ഷേ കഴിയുന്നതും എത്ര ചെറുതായാലും വലുതായാലും, ചില ആൾക്കാരൊക്കെ ഇല്ലേ, മരത്തിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക, പർവ്വതത്തിനെ കൊണ്ട് കല്യാണം കഴിക്കുക, നായിക്കുട്ടീനെ കൊണ്ട് കല്യാണം. എന്തെന്നാ ഇതിനൊക്കെ മറുപടി പറയുക? ഇതൊക്കെയാണോ ഹിന്ദു സമൂഹം പിന്തുടരേണ്ടത്? എത്രയോ ശ്രേഷ്ഠമായ സനാതനമായ ധർമ്മം, എത്രയോ ആചാരങ്ങൾ നമുക്ക് തന്നിട്ട് ആ ആചാരങ്ങൾ മുഴുവനും അതിലൊന്നും പലതും ആചരിക്കാതെ കണ്ട് അനാചാരങ്ങളിൽ ചെന്ന് വിടുകയാണ്. ഏതായാലും അത്തരത്തിലുള്ള ആചാരങ്ങൾ നമ്മളായിട്ട് ചെയ്യില്ല എന്ന് ഓരോ ഭക്തന്മാരും തയ്യാറായാൽ ആ ശബരിമല പോലുള്ള പവിത്രമായിട്ടുള്ള ഒരു ദിവ്യ സങ്കേതത്തെ നമുക്ക് പരിപാവനമായി കൊണ്ടു നടക്കാൻ സാധിക്കും. സ്വാമിയേ ശരണമയ്യപ്പ.